നമസ്കാരം. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അബ്ദുൾ റഹീം നാട്ടിലെത്തി. അബ്ദുൾ റഹീമിനെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, അല്ലെങ്കിൽ ഓർമ്മയുണ്ടാകണം. കാരണം 20 വർഷങ്ങളായി സൗദി ജയിലിൽ കഴിയുന്ന, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു മലയാളിയാണ് അബ്ദുൾ റഹീം. ഓർമ്മയുണ്ടാകും തീർച്ചയായിട്ടും. കാരണം കൊടമ്പുഴ സ്വദേശിയാണ്. 2026 നവംബർ 28 സൗദിയിലെത്തി. ആ വർഷം തന്നെ 2026 ഡിസംബർ 28 അദ്ദേഹത്തിൻ്റെ സ്പോൺസറുടെ മകനായ അനസ് അൽ ഫയാസി എന്ന ബാലൻ രോഗിയായി വെന്റിലേറ്ററിൽ കഴിയുന്നത് പോലുള്ളൊരവസ്ഥയിൽ കഴിയുന്ന ബാലൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള നിലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 2012 സൗദി കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച വ്യക്തിയാണ് മലയാളിയായ അബ്ദുൾ റഹീം. ഈ മലയാളിയായ അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ ഒരു ജനകീയ സമിതിയോ അല്ലെങ്കിൽ സൗദിയിലുള്ള മലയാളി സംഘടനകളോ ഒക്കെ ഇടപെട്ടത് കാരണം സൗദിയിൽ നിന്ന് ആ മരണപ്പെട്ട ബാലൻ്റെ കുടുംബം ദയാധനം എന്ന് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന, എന്നാൽ രക്തധനമായ, ബ്ലഡ് മണി എന്നാണ് അതിന് പറയുന്നത്, രക്തധനമായ 34 കോടി ഇന്ത്യൻ രൂപ ആവശ്യപ്പെടുകയും ആ ബാലൻ്റെ കുടുംബത്തിന് അത് ജനങ്ങളെല്ലാം കൂടി പിരിവിട്ട് നൽകുകയും ചെയ്തതിനെ തുടർന്ന് അബ്ദുൾ റഹീമിൻ്റെ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടു. എന്നാലും ജയിൽ ശിക്ഷ തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ട പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് രാവിലെ 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ അബ്ദുൾ റഹീം വന്നിറങ്ങി. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പവർ ഓഫ് അറ്റോർണി അദ്ദേഹത്തിൻ്റെ കുടുംബം നൽകിയിരുന്ന സിദ്ദിഖും എല്ലാം ഒപ്പമുണ്ടായിരുന്നു. 7:30 അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. സ്വതന്ത്രനായി, കുറ്റവിമുക്തനായിട്ടല്ല. കാരണം കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനായിട്ടില്ല, വിട്ടയക്കുകയായിരുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം ഇപ്പോഴും കുറ്റം തന്നെ, അദ്ദേഹം അത് ചെയ്തു എന്ന് സൗദി നിയമങ്ങൾ പറയുന്നു, ആ രാജ്യത്തെ നിയമങ്ങൾ പറയുന്നു. അബ്ദുൾ റഹീമിനും കുടുംബത്തിനും തത്വമൈ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് വരാം. അബ്ദുൾ റഹീം അല്ല നമ്മുടെ വിഷയം. ഇത്തരത്തിലുള്ള നിയമ നടപടികൾ കാണുമ്പോൾ ഈ ദയാധനമെന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന കൃത്യമായ രക്തധനം, അതായത് ഒരാളുടെ രക്തത്തിന് പകരം നൽകുന്ന ധനം, അതുകൊണ്ട് ഒരാളുടെ കുറ്റം ക്ഷമിച്ച് അയാളെ വിടുവാനുള്ള അധികാരം കുടുംബത്തിന് നൽകുന്നൊരു നിയമം. ഈ നിയമത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ആലോചിക്കുക. അഭയ കേസോ ഗോവിന്ദച്ചാമി കേസോ അതുപോലുള്ള ക്രൂരമായ, മാനവികമല്ലാത്ത, മൃഗങ്ങൾ പോലും ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരതകൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുമ്പോൾ, അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ നാം അറിയുമ്പോൾ, പലരും കമൻറ്റുകളിലൂടെയും അഭിപ്രായങ്ങളിലൂടെയും പറയുന്നത് നാം കേട്ടിട്ടുള്ളതാണ്. BJP-ക്കാർ പോലും പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അറബ് രാജ്യങ്ങളിലുള്ളത് അത്രയും നിയമങ്ങൾ വേണം, ഇവൻ്റെയൊക്കെ അത് വെട്ടിക്കളയണം, ഇത് വെട്ടിക്കളയണം, കൈ വെട്ടിക്കളയണം, തല വെട്ടിക്കളയണം. ഒരു ശരിയാ നിയമത്തിൻ്റെ പ്രചാരകരായി പലപ്പോഴും സ്വയം അറിയാതെ BJP-ക്കാർ പോലും മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അബ്ദുൾ റഹീമിൻ്റെ കേസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ നിയമങ്ങളെ ഒന്ന് പുനഃപരിശോധിച്ച് നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഗോവിന്ദച്ചാമിയോ അല്ലെങ്കിൽ അഭയ കേസോ, ഡൽഹിയിലെ അഭയ കേസോ ഉണ്ടാകുന്ന സമയത്ത് അതിലെ പ്രതികൾക്ക്, ഗോവിന്ദച്ചാമിക്കോ അല്ലെങ്കിൽ അഭയ കേസിലെ പ്രതികൾക്കോ, അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി അവർക്ക് ഇത്തരത്തിലൊരു നിയമത്തിൻ്റെ ആനുകൂല്യം ലഭ്യമാണ്. ഒരു രക്തധനം നൽകിയാൽ ആ ഇരയുടെ കുടുംബം അവരോട് ക്ഷമിച്ചാൽ വധശിക്ഷയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെടും എന്നുള്ളൊരു നിയമം ഭാരതത്തിലുണ്ടെങ്കിൽ അത് നമ്മിലുണ്ടാക്കുന്നൊരു മാനസിക ചലനം എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ചും ചിന്തിച്ചു നോക്കൂ. ഈ കേസുകളുടെ, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളുടെ എല്ലാ വിശദ വിവരങ്ങളും മാധ്യമങ്ങളിലൂടെ നിരന്തരമായി മാധ്യമങ്ങൾ നമ്മുടെ മസ്തിഷ്കങ്ങളിലേക്ക് ഈ കേസ് ചൂടുപിടിച്ച് നിന്ന കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിച്ചത് ഒന്ന് പൊടി തട്ടിയെടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മാനസിക വികാരം? ഇവർ ഈ രക്തധനം നൽകിയിട്ട് ഗോവിന്ദച്ചാമിയോ അല്ലെങ്കിൽ അഭയ കേസിലെ പ്രതികളോ മോചിതരായി, സ്വതന്ത്രരായി സമൂഹത്തിൽ വിഹരിക്കുകയാണെങ്കിൽ, ഇപ്പോഴും പലപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നൊരു വാർത്ത, അല്ലെങ്കിൽ ഒന്ന് ഒഴുക്കൻ മട്ടിൽ പരാമർശിച്ചു പോകുന്നൊരു വാർത്ത, രാജു എന്ന് പൊതുവെ അറിയപ്പെടുന്ന അക്കാലത്ത് പ്രായപൂർത്തിയായിട്ടില്ലാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടൊരു പ്രതി അഭയ കേസിൽ സ്വതന്ത്രനായി ഇപ്പോൾ വിഹരിക്കുന്നുണ്ട്. ചുരുങ്ങിയ ശിക്ഷ മാത്രം അനുഭവിച്ച് ഇപ്പോഴും സ്വതന്ത്രനായി സമൂഹത്തിൻ്റെ ഇടയിൽ വിഹരിക്കുന്നുണ്ട്. ദൗർഭാഗ്യമെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പേരോ യഥാർത്ഥ ചിത്രമോ സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രചരിപ്പിക്കുവാനുള്ള അവകാശം മാധ്യമങ്ങൾക്കോ മറ്റാർക്കുമോ ഇല്ല. കാരണം അക്കാലത്ത് ഈ കൊലപാതകം, ഈ ക്രൂരകൃത്യം
അഭയോട് ചെയ്യുന്ന സമയത്ത് അയാൾ പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള ഒറ്റ വസ്തുത മുൻനിർത്തി മാത്രം. ആ ഒരു നിയമത്തിൻ്റെ പഴുതുപോലും നമ്മളെ എത്രത്തോളം കുപിതരാക്കുന്നു അല്ലെങ്കിൽ അസ്വസ്ഥരാക്കുന്നു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ ശരിയാ നിയമം ഇവിടെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന നിഷ്കളങ്കരുടെ ഒരു മണ്ടത്തരം മനസ്സിലാക്കുവാൻ. കാരണം ഗോവിന്ദച്ചാമിയുടെ പക്കൽ ദയാവധ അല്ലെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഇപ്പോൾ തന്നെ ഒഴിവായി ബാക്കിയുള്ള ശിക്ഷ കൂടി ഇരയുടെ കുടുംബം ക്ഷമിക്കുന്ന തരത്തിൽ ഒരു രക്തധനം നൽകി. അത് എത്ര കോടിയാണെങ്കിലും അത് സമാഹരിച്ച് നൽകുവാനുള്ള ഒരു ശേഷി ഗോവിന്ദസ്വാമിക്കുണ്ടെന്ന് കരുതുക. അല്ലെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സംഘടന ആ ഒരു പ്രക്രിയ ഏറ്റെടുക്കുകയാണ്, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. എന്നിട്ടവർ ഈ പറയുന്ന പോലെ ഒരു 34 കോടി രൂപ അല്ലെങ്കിൽ 50 കോടി രൂപ സമാഹരിച്ച് ഇരയുടെ കുടുംബത്തിന് നൽകി ഗോവിന്ദസ്വാമി കുറ്റവിമുക്തനായി ജയിൽ മോചിതനായി സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുന്നു. ഈ ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ചാൽ മാത്രം ഞാൻ ഈ പറഞ്ഞതിലെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഘടകം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അബ്ദുൾ റഹീമിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവുമില്ല. പക്ഷേ അദ്ദേഹം ചെന്നിറങ്ങിയ രാജ്യത്ത് 1 മാസത്തിനുള്ളിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ തലയിൽ ചുമത്തപ്പെടുന്നു. ആ രാജ്യത്തെ നിയമം അദ്ദേഹം കുറ്റവാളിയാണെന്ന് വിധിക്കുന്നു, വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. വധശിക്ഷ ഒഴിവാക്കി ജയിൽ മോചിതനായി. ഇതെല്ലാം സത്യമായിരിക്കെ തന്നെ മറ്റൊരു വസ്തുതയും കൂടി സത്യമാണ്. ആ രാജ്യത്തെ നിയമം ഇപ്പോഴും അദ്ദേഹം ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ആ കുറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മേൽ തന്നെയാണ്. ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ മേൽ തന്നെയാണ്. അതിനപ്പുറത്തേക്ക് കടന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അത് മനഃപൂർവ്വം ചെയ്തതാണോ അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം 1 മാസം മാത്രം പരിചയമുള്ളൊരു ബാലനെ, അതും ഒരു ശരീരം സ്വതന്ത്രമായി ചലിപ്പിക്കുവാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കഴിയുന്നൊരു ബാലനോട് അബ്ദുൾ റഹീമിന് വിരോധമൊന്നും തോന്നേണ്ട കാര്യമില്ല. ഒരു സാധാരണ മനുഷ്യനാണ് അബ്ദുൾ റഹീമെങ്കിൽ. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാനസിക വിഭ്രാന്തി അബ്ദുൾ റഹീമിനുണ്ടോ എന്ന് എനിക്കറിയുകയില്ല. അത് പരിശോധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വവുമല്ല. പക്ഷേ ഞാൻ പരിശോധിക്കുന്നത് കുറ്റവും ശിക്ഷയും മാത്രമാണ്. ഈ കുറ്റവും ശിക്ഷയും പലപ്പോഴും ഈ ശരിയാ നിയമം ഇവിടെ കൊണ്ടുവന്ന് നടപ്പാക്കണം എന്ന് ഒരു ഇസ്ലാമിക വിഭാഗക്കാർ പലപ്പോഴും പല സാഹചര്യങ്ങളും മുതലെടുത്ത് ആ പഴുതിലൂടെ കിട്ടുന്ന ഗ്യാപ്പിൽ അത് അത്തരത്തിലൊരു അഭിപ്രായം തിരികെ കയറ്റാറുണ്ട്. പല നിഷ്കളങ്കരും സൗദിയിലായിരുന്നെങ്കിൽ, ഗൾഫ് രാജ്യങ്ങളിലായിരുന്നെങ്കിൽ കൈവെട്ടിയനെ, തലവെട്ടിയനെ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വികാര പ്രകടനങ്ങൾ നടത്തി പല ഇത്തരത്തിലുള്ള കേസുകളും ഉണ്ടാകുമ്പോൾ നടത്തി ശരിയാ നിയമത്തിൻ്റെ നിഷ്കളങ്ക പ്രചാരകരായി മാറാറുണ്ട്. അവരാണ് ചിന്തിക്കേണ്ടത്. അബ്ദുൾ റഹീമിൻ്റെ ഈ കേസിൻ്റെ പശ്ചാത്തലത്തിൽ അത് ആ പശ്ചാത്തലം മുഴുവനോടെ പറിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് നടുക. നമുക്ക് പരിചിതമായ അമാനവികമായിട്ടുള്ള, മൃഗങ്ങൾ പോലും ചെയ്യുവാൻ മടിക്കുന്ന തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികളുടെ മുൻപിൽ അബ്ദുൾ റഹീമിന് ലഭ്യമായതുപോലൊരു നിയമ സാഹചര്യം ലഭ്യമായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. സൗദി പോലെ ചെറിയൊരു രാജ്യമല്ല. ചെറിയൊരു രാജ്യമെന്ന് ഞാൻ സൗദിയെ പറയുന്നത് ഭാരതവുമായി താരതമ്യം ചെയ്താണ്. ഒരു ഭൂപ്രകൃതിയുടെ വലിപ്പത്തിലാണെങ്കിലും ജനസാന്ദ്രതയുടെ പശ്ചാത്തലത്തിലാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രക്രിയകൾ ചെയ്യുമ്പോൾ കൂടുതൽ നിയന്ത്രണം ഒരു പൊതുസമൂഹത്തിന് മേൽ ചെലുത്തുവാൻ സൗദി നിയമവ്യവസ്ഥകൾക്ക് സാധിക്കും. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള പഴുതുകൾ, ദയാധനം എന്ന് ഓമനപ്പേരിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വിളിക്കുന്ന രക്തധനം പോലുള്ള പഴുതുകൾ കുറ്റവാളികൾക്ക് ലഭ്യമാണ്. ഇവിടെയോ? ഇവിടെ അത് ലഭ്യമല്ല. എന്നാലും നിയമവ്യവസ്ഥയ്ക്ക്, നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് അതിൻ്റേതായിട്ടുള്ള താമസങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. എന്നിരുന്നാലും ജനാധിപത്യപരമായൊരു രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന നിയമവ്യവസ്ഥ, നടപ്പിലുള്ള നിയമവ്യവസ്ഥ ഏതൊരു തരത്തിലും ശരിയാ നിയമത്തെക്കാൾ മേൽത്തരമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് അബ്ദുൾ റഹീം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ തീർച്ചയായും താല്പര്യമുണ്ട്. കമൻറ്റുകളിലൂടെ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.